മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ലീഗും ഉന്നയിക്കുന്നത്. മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാനാകുമെന്നാണ് യൂത്ത് ലീഗ് അധ്യക്ഷൻ പി.കെ. ഫിറോസിന്റെ ചോദ്യം. ലീഗിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. തുടർച്ചയായി മലപ്പുറം ജില്ലയ്ക്കെതിരെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിന്ദുവിലെ അഭിമുഖമെന്നും പി.കെ. ഫിറോസ് ന്യൂസ് 18നോട് പറഞ്ഞു. ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ യു.ഡി.എഫിൻ്റെ യുവ നേതാക്കളെല്ലാം കൈമെയ് മറന്ന് നിലമ്പൂരിലുണ്ട്. പി.കെ. ഫിറോസ് നമ്മോടൊപ്പം ചേരുന്നു. നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമാണല്ലോ, എങ്ങനെയാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ? നല്ല ഫീഡ്ബാക്കാണ്. ജനങ്ങളുടെ ഒരു പ്രതികരണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. നല്ല പ്രതികരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ട ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 23-ന് റിസൾട്ട് വരുമ്പോൾ ഏറ്റവും തിളക്കമാർന്ന വിജയമായിരിക്കും ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി ഉണ്ടാവാൻ പോകുന്നത്. രണ്ട് വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, മലപ്പുറത്തെ മുഖ്യമന്ത്രി പണ്ട് ഹിന്ദുവിൽ നൽകിയ ഒരു അഭിമുഖം, അത് ആവർത്തിച്ചുകൊണ്ട് യു.ഡി.എഫ് രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് അതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമതൊന്ന്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാൽ നടത്തിയ പരാമർശം, അതിനെതിരെ എൽ.ഡി.എഫിൻ്റെ മറുപടി, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇത് വിവാദങ്ങളല്ല, ഇത് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ വിജയരാഘവനൊക്കെ അവകാശപ്പെടുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? മുഖ്യമന്ത്രി ഹിന്ദുവിൽ നടത്തിയ അഭിമുഖം മലപ്പുറം ജില്ലയെ ആകമാനം അപമാനിക്കുന്ന തരത്തിലാണല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഹിന്ദുവിൽ വന്ന ഒരു അഭിമുഖം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ കാണാമായിരുന്നു. തുടർച്ചയായി മലപ്പുറം ജില്ലയ്ക്കെതിരായി, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ കാണുമ്പോൾ ജില്ലയെ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണല്ലോ. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചപ്പോൾ ആ വിജയം ന്യൂനപക്ഷ വർഗീയതയാണ് വിജയത്തിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. CPM-ൻ്റെ ഏതെങ്കിലും സാധാരണ പ്രവർത്തകരല്ല. ഇത് RSS ആണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ CPM എന്തിനാണ് ഇങ്ങനെ നിരന്തരമായി ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണ്. അങ്ങനെ നിരന്തരമായി മലപ്പുറം ജില്ലക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. RSSനോട് മത്സരിച്ച് വിജയിച്ചൊരു പാർട്ടിയായി CPM മാറുമ്പോൾ നമുക്കതിനെ ചെറുതായി കാണാൻ കഴിയില്ല. പിന്നെ ജില്ല രൂപീകരിച്ചതൊക്കെ അവരാണെന്ന് അവകാശപ്പെടുന്നത് അതൊന്നും വസ്തുതാപരമല്ല. അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. മുസ്ലിം ലീഗ് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് ആ സപ്തകക്ഷി മുന്നണിയിൽ ചേരാൻ ലീഗ് വെച്ച 2 ഡിമാൻഡുകളിൽ ഒന്ന് മലപ്പുറം ജില്ലാ രൂപീകരണവും കാലിക്കറ്റ് സർവകലാശാലയുമാണ്. അത് ഗൗരിയമ്മയുടെ ആത്മകഥയിൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് അവർ പലതവണ പരസ്യമായി അവർ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ലീഗിൻ്റെ മുമ്പിൽ CPM-ന് മറ്റു പോംവഴികളില്ലാത്തത് കൊണ്ടാണ് ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് CPM അനുകൂലമായി നിലകൊണ്ടത് എന്ന് അവർ തന്നെ പരസ്യമായി പറഞ്ഞു. അന്ന് റവന്യൂ മന്ത്രിയാണ് KR ഗൗരിയമ്മ. അതുകൊണ്ട് ജില്ല രൂപീകരിച്ചത് CPM ആണ് എന്ന അവകാശവാദത്തിൽ ഒരു കഴമ്പുമില്ല. അതെ, അതാ പറഞ്ഞത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് ഗൗരിയമ്മ അന്ന് റവന്യൂ മന്ത്രിയായിരുന്നല്ലോ. ഗൗരിയമ്മ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. ലീഗിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേറെ പിടിച്ചു നിൽക്കാൻ പോംവഴികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവസാനം അതിനുവേണ്ടി അനുകൂലമായി നിൽക്കുകയായിരുന്നു എന്ന്. പക്ഷേ പിന്നീട് അത് രൂപീകരിച്ചതിന് ശേഷമൊക്കെ നിരന്തരമായി ജില്ലയിലെ ജനങ്ങളെ ആകമാനം അപമാനിക്കുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിന്ദുവിൽ മുഖ്യമന്ത്രി നടത്തിയ ഇൻ്റർവ്യൂ. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ കൂടിയല്ല അത്തരമൊരു അഭിമുഖം അദ്ദേഹം നൽകിയിരുന്നതെങ്കിൽ മുഖ്യമന്ത്രി അവരെ വെറുതെ വിടുന്ന മുഖ്യമന്ത്രി അറിയുന്ന ആരെങ്കിലും സമ്മതിക്കോ? ഞങ്ങൾ പരാതി കൊടുത്തല്ലോ, യൂത്ത് ലീഗ് പരാതി കൊടുത്തു, യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു. ഒരു ചെറു വിരൽ അനക്കാൻ, കേസെടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിവും സമ്മതം ഉണ്ടായിട്ടാണ്. പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം, അതിൽ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ട് ഇപ്പോഴും അത് UDF ഉയർത്തുന്നത് മറ്റൊന്നും കൊണ്ടുവരാനില്ല എന്നാണ് LDF പറയുന്നത്. സത്യത്തിൽ ഇത് മാസങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവമല്ലേ? കെട്ടടങ്ങി ആരാ പറയുന്നത്? ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങളെ അപമാനിച്ച മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർ ഓർത്തുകൊണ്ട് ഞങ്ങളോട് പറയാണ്. പെൻഷൻ്റെ കാര്യമോ അവർ വലിയ ചർച്ചയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ അത് ചർച്ചയാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം പെൻഷൻ ചർച്ചയാകുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് 1 ലിറ്റർ പെട്രോളിന് 2 രൂപ കൂട്ടിയില്ലേ, ഡീസലിന് 2 രൂപ കൂട്ടിയില്ലേ, ഞങ്ങൾക്ക് പെൻഷൻ തരുമെന്ന് പറഞ്ഞിട്ടല്ലേ കൂട്ടിയത്? മാസങ്ങളോളം പെൻഷൻ പിടിച്ചു വെക്കുക, എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രം, ബൈ ഇലക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ തന്നെ കിട്ടില്ലായിരുന്നു എന്ന് ജനങ്ങൾ ഞങ്ങളോട് പറയാണ്. അതാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. ഈ ഇലക്ഷൻ വരുമ്പോൾ കൈക്കൂലി പോലെ കൊടുക്കേണ്ട ഒന്നാണോ പെൻഷൻ? 2 രൂപ ഡീസലിനും പെട്രോളിനും അധികമായി വാങ്ങുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങുന്ന പണമാണ് ചോദിക്കുന്നത്. അത് അവൻ്റെ അവകാശമാണ്, ഔദാര്യമല്ല. ആ അവകാശം പോലും നിഷേധിക്കല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്? ജനങ്ങളെ കൈക്കൂലിക്കാരാക്കിയെന്നാണ് സ്വരാജ് പറയുന്നത്. അതെങ്ങനെയാണ് ജനങ്ങളെ കൈക്കൂലിക്കാരാക്കുന്നത്? ജനങ്ങളുടെ കയ്യിൽ നിന്നും ഡീസലിനും പെട്രോളിനും അധികമായി പിടിച്ചു വാങ്ങിയ പണം ബൈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നാണോ? പാലക്കാട് ബൈ ഇലക്ഷൻ വരുമ്പോൾ
വയനാട് ബൈ ഇലക്ഷൻ വരുമ്പോൾ, നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത്. അത് അവരുടെ അവകാശമാണ്. ആ അവകാശം ഔദാര്യം പോലെ അല്ല കൊടുക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ പറഞ്ഞത്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് CPM മനസ്സിലായില്ലെങ്കിൽ 23-ാം തീയതി മനസ്സിലാവും. വിവാദങ്ങൾക്കും വികസന മുദ്രാവാക്യങ്ങളും കൃത്യമായ മറുപടി നൽകി തന്നെയാണ് UDFന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. മണ്ഡലം UDFനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നു. അജിത് കോങ്ങാടൊപ്പം CV അനുമോദ്, ന്യൂസ് 18. PK ഫിറോസ് അടക്കമുള്ള യുവനേതാക്കൾ അവിടെ നിലമ്പൂരിൽ സജീവമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ യുവനേതാക്കളാണ് UDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ജനങ്ങളുമായി വർത്തമാനം പറയുകയും ചെയ്തിരുന്നത്. അത് നിലമ്പൂരിലും ആവർത്തിക്കുന്നുണ്ട്.